ഹായ്, ശരത്താണ്. ടൈമെക്സിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 40% റവന്യൂ ഗ്രോത്തും അതേപോലെ തന്നെ 60-70% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും വന്നൊരു കമ്പനിയാണ് ടൈമെക്സ് എന്ന് പറയുന്നത്. ടൈമെക്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വാച്ച് സെല് ചെയ്യുന്ന കമ്പനിയാണ്. അവരിപ്പം പ്രീമിയം ആയിട്ടുള്ള വാച്ചുകൾ സെല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ക്വാർട്ടറിലെ റവന്യൂയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25-26% ആണ് അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150-160% മുകളിൽ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല ഫിഗേഴ്സ് ആയിട്ട് തോന്നിക്കാം. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ആ റിസൾട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ കമ്പനിയുടെ റിസൾട്ട് ഈ ഒരു ക്വാർട്ടറിൽ നോക്കുന്ന സമയത്ത്. പക്ഷേ സെയിം ടൈമിൽ അവരുടെ മാർജിൻസ് എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എബിറ്റ മാർജിൻ ആണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് മാർജിൻ ആണെന്നുണ്ടെങ്കിലും കമ്പനിയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കമ്പനി കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മാർജിൻസിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് കമ്പനിയിൽ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു റിസൾട്ട് നന്നായിട്ട് തോന്നാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഗ്രോത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ 40 ആയിരുന്നു, അതിന് മുമ്പിലത്തെ ക്വാർട്ടറിൽ 55% ഉണ്ടായിരുന്ന ഗ്രോത്ത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ 25% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഗ്രോത്തിൽ ആ ഒരു കുറവ് വന്നേക്കുന്ന ഒരു കൺസേണിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ കോൺ കോൾസ് ഒന്നും നടത്താറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മെയിനായിട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു 25%ലേക്ക് ഗ്രോത്ത് കുറഞ്ഞതിന്റെ റീസൺ എന്താണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടാണോ, അതല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണോ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടർ നോക്കിയാൽ, അതായത് കഴിഞ്ഞ Q3 നോക്കിയാലും അതിന് മുമ്പിലത്തെ Q3 നോക്കിയാലും എപ്പോഴും Q2 കഴിഞ്ഞ് എപ്പോഴും കുറവായിരിക്കും Q3. കാരണം Q2 മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവലിന്റെ സെയിൽസും കാര്യങ്ങളെല്ലാം ഇവർക്ക് കൂടുതലായിട്ട് വരിക. അതുകൊണ്ട് തന്നെ Q2 ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ ഈ Q3 ഫിഗേഴ്സ് കുറവായിട്ട് വരും. അത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 40% അടുത്ത് 39% കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ഒരു ക്വാർട്ടറിലേക്ക് റവന്യൂവിൽ ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ ഇവർക്ക് ഒരു 35-40% ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴും 25-26% ഉള്ളൂ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ കമ്പനിയുടെ ഇപ്പോഴത്തെ പി റേഷ്യോ നോക്കിയാൽ ഏകദേശം 49-50 കമ്പനിയുടെ ഇപ്പോഴത്തെ കറന്റ് പി ഉള്ളത്. അതിനിപ്പോൾ അടുത്ത ക്വാർട്ടറിൽ Q4 നമ്മൾ കമ്പനിക്ക് ഒരു 50% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്താൽ പോലും അവരുടെ ഒരു ഫോർവേഡ് പി വരാനായിട്ട് സാധ്യതയുള്ള അറൌണ്ട് ഒരു 45-46 അടുത്തായിട്ടാണ് ഫോർവേഡ് പിയും വരാൻ സാധ്യത. അപ്പോൾ ഇപ്പോൾ ഒരെയുള്ള ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം ഒരു 40% അടുത്ത് ഗ്രോത്ത് ഉണ്ട് കമ്പനിക്ക് 9 മന്തിൽ. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ഏകദേശം ഒരു 35-40% ഗ്രോത്ത് വരികയാണെന്നുണ്ടെങ്കിൽ 40% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി ഏകദേശം ഒരു 45 ഫോർവേഡ് പിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പെഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1.1-1.2 കമ്പനി വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് എക്സ്പെൻസീവ് ആയിട്ടും തോന്നില്ല. ഓവറായിട്ട് എക്സ്പെൻസീവ് അല്ല, അതേപോലെ തന്നെ ഭയങ്കര ചീപ്പും അല്ല. പക്ഷെ ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെന്റ് ഇങ്ങനത്തെ കമന്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രോത്തിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എക്സ്ട്രീം ആയിട്ട് പാനിക് ആവണമെന്ന് ചോദിച്ചത് ഓരോരുത്തരുടെ റിസ്കിനനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയിൽ ഇപ്പോൾ 3 കാര്യമാണ് ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൊസിഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 30%, 40%, 50% നമുക്ക് പൊസിഷൻ കട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാന്നുള്ള കാര്യം. ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം സ്റ്റോക്കിന് നല്ല വാല്യൂഷനിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മണ്ടത്തരമായിട്ടുള്ള ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെയുള്ള ബാക്കി ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മളുടെ റിസ്കിനനുസരിച്ചിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റാണ്. അതല്ലാതെ ബാക്കിയുള്ള 2 പോയിന്റും നമ്മുടെ റിസ്ക് എത്രയാണ്, നമ്മൾ എത്ര പോർട്ട്ഫോളിയോയുടെ എത്ര % അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ചെറിയൊരു അലോക്കേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ നോക്കാനായിട്ട് പറ്റും. അതല്ല നമ്മുടെ അലോക്കേഷൻ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അലോക്കേഷൻസ് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അതല്ല ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതിൽ നിന്ന് മാറാനായിട്ട് പറ്റും. ഈ 3 കാര്യങ്ങളും നമുക്കൊരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ചെയ്യുന്നത്. സെയിം ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു സമയത്ത്. എന്തായാലും ഇവരുടെ അടുത്ത ക്വാർട്ടർ റിസൾട്ട് Q4 റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. പിന്നെ അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ. അതൊരു നല്ല കാര്യം തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് എന്തായാലും അടുത്തൊരു ക്വാർട്ടറിൽ എന്താണ് ഫിഗേഴ്സ് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.